എല്ലാ മീഡിയ വിഷൻ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊപ്പം ഒരു വിശിഷ്ട അതിഥി പങ്കെടുക്കുകയാണ്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MP ഫാത്തിമക്കുട്ടി ടീച്ചർ. തൻ്റെ 33 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാകും, ആരാണ് MP ഫാത്തിമക്കുട്ടി ടീച്ചർ എന്ന്. മറ്റാരുമല്ല, 4 തവണ MLA ആവുകയും 1 തവണ മന്ത്രിയാവുകയും ചെയ്ത, ഇപ്പോൾ തവനൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ KT ജലീലിൻ്റെ ഭാര്യയാണ് MP ഫാത്തിമക്കുട്ടി ടീച്ചർ. ഏതായാലും ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം മീഡിയ വിഷൻ അതിഥി പരിപാടിയിലേക്ക്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. മാർച്ച് 31 ചൊവ്വാഴ്ച വലിയ യാത്രയപ്പ് സമ്മേളനങ്ങളൊക്കെ നടന്നു. മെയ് 31 2026 ഔദ്യോഗികമായിട്ട് വിരമിക്കുകയാണ്. ശ്രദ്ധേയമായൊരു വിടവാങ്ങൽ പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? 33 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇപ്പോൾ മെയ് 31 വിരമിക്കുന്നത്. ഞാൻ വിരമിക്കുമ്പോൾ മുൻ മന്ത്രിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ചില കോലാഹലങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് പ്രസക്തമാണെന്ന് തോന്നുന്നു. കൂടാതെ മുൻ മന്ത്രി KT ജലീൽ ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യുകയാണല്ലോ, 5ാം തവണ മത്സരിക്കുന്നു. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ടീച്ചർ ഇപ്പോൾ 33 വർഷം സർവീസിലുണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ട് വിരമിക്കുന്നു. എങ്ങനെയായിരുന്നു ഒരു തുടക്കം, പഠനകാലം, അതുപോലെ തന്നെ വന്ന വഴികളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഞാൻ എൻ്റെ വീട് സ്വദേശം പാലക്കാട് ജില്ലയിലെ പള്ളിപ്പുറം ആണ്. അവിടുത്തെ പരിദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഞാൻ അന്ന് റിക്കാർഡ് മാർക്കോടെ SLC പാസ്സായി. തുടർന്ന് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ്, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കോളേജിലാണ് പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. തുടർന്ന് അങ്ങോട്ട് 6 വർഷം ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. ഫറൂഖ് കോളേജിൽ ഞാൻ PG MSc ഫിസിക്സാണ് എൻ്റെ വിഷയം. 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടുകയുണ്ടായി. അപ്പം ഞാൻ ആ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ മൈസൂരിൽ പോയിട്ട് അതിൻ്റെ തിയറിറ്റിക്കൽ ട്രെയിനിങ്ങും പിന്നീട് പട്ടാമ്പി പോസ്റ്റ് ഓഫീസിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും പൂർത്തിയായിട്ട് ജോലിക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് KT ജലീലുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിവാഹം ചോദിക്കട്ടെ, എങ്ങനെയാണ് KT ജലീൽ സാറിന് കാണുന്നത്? ഏത് സമയത്താണ്? എങ്ങനെയാണ്? ഒരു പ്രേമി വിവാഹമായിരുന്നു? അങ്ങനെയൊന്നുമല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ PG ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് കല്യാണം നടക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തിരക്കുള്ള ആൾ തന്നെയാണ്. അന്ന് ജില്ലാ കൗൺസിൽ മെമ്പറാണ്. ആ കാലത്ത് ജില്ലാ പഞ്ചായത്തല്ല, ജില്ലാ കൗൺസിലാണ് നടക്കുന്നത്. ജില്ലാ കൗൺസിലിലെ അംഗമായിരുന്നു. പ്രൊഫസറായിരുന്നു അന്നില്ല, അദ്ദേഹത്തിന് ജോലിയില്ല. MPhil പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, MPhil. അപ്പോൾ കല്യാണം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് അദ്ദേഹത്തിന് തിരക്കുള്ള രാഷ്ട്രീയ ജീവിതമായതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് പോലുള്ളൊരു തിരക്കുള്ളൊരു ഓഫീസിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫാമിലി ലൈഫിന് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ജോലി ഉപേക്ഷിക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു ജോലിയായിരുന്നു. ആ ജോലി ഉപേക്ഷിക്കാം, ട്രെയിനിങ്ങിന് പോയിട്ട് ടീച്ചറാവാം. ഇവിടെ വളാഞ്ചേരി ഹൈസ്കൂളാണെന്ന്. ഇവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട്, അപ്പോൾ അധ്യാപികയായിട്ടുള്ള ജോലി സ്വീകരിക്കാം. അതായിരിക്കും ഈ തിരക്കുള്ള ആളുടെ ഭാര്യയ്ക്ക് ചേർന്ന ജോലി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ എനിക്ക് ആദ്യം കിട്ടിയ ജോലി ട്രെയിനിങ്ങൊക്കെ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം എനിക്കത് ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. വളാഞ്ചേരി സ്കൂളിൽ വരുന്നത് അങ്ങനെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞു, ട്രെയിനിങ് കഴിഞ്ഞ് ഉടനെ തന്നെ പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ, അതുകൊണ്ട് എനിക്ക് ഒരു സമയനഷ്ടം വന്നിട്ടില്ല. ഉടൻ തന്നെ ഹൈസ്കൂളിൽ ഫിസിക്സ് അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് 1998 +2 നമ്മുടെ സ്കൂളിൽ വരുന്നത്. അപ്പോൾ 98 ഹൈസ്കൂളിൽ നിന്ന് യോഗ്യതയുള്ള 4 പേരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിലൊരാളാണ് ഞാൻ. തുടർന്ന് 2016 ഹയർ സെക്കൻഡറി ടീച്ചറായിരുന്ന ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രിൻസിപ്പൽ ആയി വിരമിക്കുന്ന ടീച്ചർ സംതൃപ്തയാണോ? അതെ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലിയെല്ലാം ഏറ്റവും നന്നായി ചെയ്തു. ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിട പറയുന്നത്.
പരമാവധി നന്നായിട്ട് നിലവിലുള്ള സംവിധാനം വെച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് കഠിനമായിട്ട് ജോലി ചെയ്തിട്ട് ഒരിക്കലും ജോലിയിൽ ഉഴപ്പിയിട്ടില്ല എന്നുള്ള ആത്മസംതൃപ്തിയോടുകൂടി ഞാൻ ചെയ്യേണ്ട എല്ലാ ജോലികളും നല്ല രീതിയിൽ ചെയ്തു തീർത്തിട്ടും കൂടിയാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. ഒരു വളരെ സ്ട്രിക്റ്റായ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള ഒരു ലേബൽ ടീച്ചർക്കുണ്ട്. അത് എൻ്റെ സ്കൂളിൽ കുറച്ച് സ്ട്രിക്റ്റ് ആവാതിരിക്കാൻ കഴിയില്ല. കാര്യം അത് കൂടുതൽ ആൺകുട്ടികൾ, കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുള്ളതുകൊണ്ട് കൂടുതലായിട്ടുള്ള ആൺകുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നു. കൂടാതെ നമ്മുടെ സ്കൂൾ പരീക്ഷാ കേന്ദ്രമായിട്ട് ഏതാണ്ട് നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളുടെ അത്രയും ഒരു പകുതിയോളം കുട്ടികൾ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളും നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്കൂള് തുല്യത പരീക്ഷയുടെ പഠന കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം നടത്തേണ്ടത് പ്രിൻസിപ്പാളിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് താരതമ്യേന മറ്റ് സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൾമാർക്കുള്ളതിനേക്കാൾ ഒരു ജോലിഭാരം കൂടുതലുള്ളൊരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഇപ്പം ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ചിലരതിനെ സ്ട്രിക്റ്റ് എന്ന് വ്യാഖ്യാനിച്ചു. എൻ്റെ കാഴ്ചപ്പാടിൽ അത് സ്ട്രിക്റ്റ് അല്ല. ചെയ്തു തീർക്കേണ്ട ജോലികൾ സമയബന്ധിതമായിട്ട് ചെയ്ത് തീർക്കാനുള്ളൊരു നയത്തിൻ്റെ ഭാഗമായിരുന്നു അത്. പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവരെ നല്ലോണം സ്ട്രിക്റ്റായിട്ട് പിടിക്കേണ്ട ഒരു പ്രായത്തിലും കൂടിയാണ് അവർ ഉള്ളത്. റിട്ടയർമെൻ്റായി ആകാൻ പോകുന്നു. എന്താണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ? എന്താണ് ഭാവി പരിപാടികൾ? രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഞാൻ ഈ 33 വർഷത്തോളം പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വിട്ട എൻ്റെ കുറേ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൻ്റെ ചുറ്റുപാടും ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് സ്കൂളിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. പല പൂർവ്വ വിദ്യാർത്ഥികളും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുമായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ എന്നുള്ള ലേബലിലല്ല എന്നെ കാണുന്നത്, അവരുടെ അധ്യാപിക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ സ്നേഹം എന്നും നിലനിർത്തി കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇറങ്ങാൻ ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം രാഷ്ട്രീയക്കാരനായ ഭർത്താവിനെ സഹായിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തിരക്കുള്ള രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ ആകേണ്ടി വരുമെന്നും ഒരു ജീവിതത്തിൽ ഒരു വലിയ ടീച്ചർ തന്നെ പറഞ്ഞു തിരക്ക്, ആ തിരക്കുള്ള ഒരു സാഹചര്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ സ്വപ്നത്തിൽ? ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ആളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ ആവേണ്ടി വരുന്നൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. സത്യത്തിൽ ഞങ്ങളുടെ കല്യാണാലോചന വരുന്ന ആ സമയത്തൊക്കെ എനിക്ക് രാഷ്ട്രീയക്കാരോട് മൊത്തത്തിൽ നമ്മളുടെ ആ പ്രായത്തിൽ ഈ കാർട്ടൂണും അതും ഇതൊക്കെ വായിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ കുറച്ചൊരു ശരി മോശക്കാർ എന്നുള്ളൊരു പ്രതീതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയക്കാരന് പറ്റില്ല, അദ്ദേഹത്തിന് ജോലിയില്ല, ഒരു ജോലിയില്ലാത്ത രാഷ്ട്രീയക്കാരനെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. 1-2 ആൾക്കാരോട് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് അത് അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലെ മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെക്കാൾ ഏറ്റവും മികച്ചത് രാഷ്ട്രീയക്കാരാണ്. മോശക്കാരനാണെന്നുള്ള അഭിപ്രായം ഇല്ല എന്ന് മാത്രമല്ല, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല വ്യക്തികൾ രാഷ്ട്രീയക്കാരാണ്. ചില്ലറ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുമെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ജനങ്ങളെ ഒന്നിച്ച് നിർത്താനും അവരോടൊപ്പം നിൽക്കാനും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമകളായിട്ടുള്ളവർ ഈ രാഷ്ട്രീയക്കാരന് വേറെ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെക്കാൾ ഉയർന്ന ജോലി പ്രൊഫഷണലായിട്ടുള്ള രംഗത്തുള്ളവരെക്കാളും ഏറ്റവും മികച്ചവർ രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളത് എനിക്ക് ഇത്രകാലം ഞാൻ നോക്കി കണ്ട ജീവിതത്തിൽ നിന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം 2006 കെ ടി ജലീൽ കുറ്റിപ്പുറത്ത് മത്സരിക്കുന്നത്. പക്ഷേ ടീച്ചറുടെയൊക്കെ നല്ല ചെറുപ്രായമായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്നു. അവിടുന്ന് മത്സരിക്കുന്നു, ഇടതുപക്ഷം പിന്തുണ കൊടുക്കുന്നു. ഒരു സംഭവ ബഹുലമായിരുന്നു കുറ്റിപ്പുറത്ത് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ്. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന സാഹചര്യം. കാരണം മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ നിന്നാണ് വരുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പോലുള്ള കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കുന്നു. ഭയം തോന്നിയിരുന്നു ആ ഘട്ടത്തിൽ?
ഇത് ആ കാര്യങ്ങൾ ഉടലെടുക്കുന്നത് ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്നതല്ലല്ലോ. ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉന്നതനായ ഒരു നേതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വന്ന് പിന്നെ അതങ്ങോട്ട് ഒരു പൊട്ടിത്തെറിയിലേക്കാണ് മാറി. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുന്നു. ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പത്രത്തിലൂടെയൊക്കെ കാണാം, ടി വിയിൽ കാണാം. പിന്നെ അന്ന് മൊബൈൽ ഫോണൊന്നും ഇത്ര പ്രചാരത്തിലായിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണുമായിരുന്നു. ഇല്ല വന്ന പറയൊന്നുമില്ല. നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. കൂടെയുള്ള കുറേ സഹപ്രവർത്തകർ ഒക്കെ നമ്മളായിട്ട് കാര്യങ്ങൾ പിന്നെ KT ജലീൽ പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാണ് നമ്മളോട് കാര്യങ്ങൾ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരിക. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കരുത്തരായ രാഷ്ട്രീയക്കാരായിട്ടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളും വരാം എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അത് അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, കുട്ടികളൊക്കെ ചെറുതായിരിക്കും, ഒരു പക്ഷേ ടീച്ചർ ഒറ്റക്കായിരിക്കും, കുട്ടികളും സാറ് പുറത്തായിരിക്കും. അങ്ങനെ ഒരു സംഭവബഹുലമായിരുന്നു. എങ്കിൽ പോലും വിജയിച്ചപ്പോൾ എന്ത് തോന്നി? ആ ഒരു വലിയൊരു പോരാട്ടം നടത്തി വലിയൊരു രീതിയിൽ മുന്നേറ്റമുണ്ടായി, ഒരു അതികായകനെ പരാജയപ്പെടുത്തി വന്നപ്പോൾ എന്ത് തോന്നി? ആ ഇലക്ഷൻ പ്രചരണത്തിൽ ഞങ്ങളെല്ലാവരും കുടുംബസമേതം ഇറങ്ങി എന്നാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത്. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസ്, അവരൊക്കെ ഇവിടെ വീട്ടിൽ വന്ന് ഞങ്ങളൊക്കെ ഓരോ വഴിയിലൂടെ പോയിട്ട് പല നമ്മുടെ സൗഹാർദ്ദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ അവിടെയൊക്കെ പ്രചരണം നടത്തി. എല്ലാവരും ആരൊക്കെയോ എല്ലാവരും കൂടിയൊക്കെ ഒരു പ്രചരണം നടത്തി. അങ്ങനെ അതൊരു സംഭവമായിരുന്നു. ആ ഒരു സംഭവം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ഇന്നും ഒരു MLA ആയി തുടരുകയാണ്. 4ാം തവണ വീണ്ടും മത്സരിക്കുകയാണ് തവനൂരിൽ നിന്നും. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷകരമായ നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായെങ്കിൽ പോലും, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ 4ാം തവണയും തവനൂരിൽ മത്സരിക്കുമ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ടീച്ചർ? 4ാം തവണ തവനൂർ മത്സരിക്കുന്നു. മൊത്തം അദ്ദേഹത്തിൻ്റെ 5ാം തവണത്തെ മത്സരമാണ്. അപ്പോൾ മുമ്പൊക്കെ അദ്ദേഹം മത്സരിക്കുമ്പോഴും അതുപോലെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴൊക്കെ ഞാനങ്ങോട്ട് പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. PSMO കോളേജിൽ അദ്ദേഹം ലെക്ചററായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഇങ്ങനെ ഈ പ്രവർത്തനത്തിന് നടക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നും വീട്ടിലേക്കുള്ള വരുമാനമൊന്നും കിട്ടുന്നില്ലല്ലോ, കയ്യിലുള്ളത് ഫുള്ള് പോവുക എന്നല്ലാതെ. അപ്പോൾ എനിക്ക് കുട്ടികളൊക്കെ വളരുന്ന പ്രായമാണ്, അവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. പഠനം, ജോലി ഒന്നും ആയിട്ടുമില്ല. അപ്പോൾ എനിക്കങ്ങോട്ട് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഞാൻ സപ്പോർട്ട് കൊടുത്തിരുന്നു. എന്നാലും എൻ്റെ മനസ്സിലിങ്ങനൊരു വിഷമം തോന്നിയിരുന്നു. ഞങ്ങളെ രണ്ടുപേരുടെയും ഫാമിലി അത്ര ഉയർന്നൊരു സാമ്പത്തിക നിലവാരത്തിലുള്ളവരൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജോലിയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇപ്പോൾ വിരമിക്കേണ്ട പ്രായമായിട്ടുണ്ട്. ഞാനിപ്പോൾ വിരമിക്കാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയി. ഞങ്ങളുടെ മറ്റ് പ്രാരാബ്ദങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മൂപ്പർക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ജോലി പൊതുപ്രവർത്തനമാണ്. അദ്ദേഹം ഒരു ബിസിനസ്സിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഒരു ബിസിനസ്സിൽ ഇറങ്ങി വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഓഫീസ് ജോലി പോലും അദ്ദേഹത്തിന് അത് ശരിക്കും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് പറ്റുന്ന പ്രവർത്തനം പൊതുപ്രവർത്തനം, രാഷ്ട്രീയ രംഗം, ജനസേവനം, അതുപോലെ എഴുത്ത്, പ്രസംഗം, യാത്ര. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കഴിയുമെന്ന് മാത്രമല്ല, മികച്ച രീതിയിൽ കഴിയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ വീട്ടിൽ കെട്ടിയിട്ടിട്ട് ആ കഴിവുകൾ നഷ്ടപ്പെടുത്തരുത്, കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ഫ്രീ ആയപ്പോൾ എനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ല, എനിക്കും ചില കാര്യങ്ങളിൽ സഹായിക്കാനൊക്കെ കഴിയും. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ എങ്ങനെ വിലയിരുത്തുന്നു നോക്കിയിട്ട് ജലീൽ? കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം കുടുംബത്തിൽ കുറഞ്ഞ സമയമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങളെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഒരു സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാമീപ്യമാണ്. എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ വീടൊന്നും ഉണരും. ഉള്ള സമയം കുട്ടികളായിട്ടൊക്കെ നന്നായിട്ട് കുട്ടികളുടെ പഠന കാര്യങ്ങളിലൊക്കെ ഉള്ള സമയം നല്ല താല്പര്യം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. ഇപ്പോൾ എവിടെയും കമ്പ്യൂട്ടർ ഇല്ലാത്ത സമയത്ത് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ കമ്പ്യൂട്ടർ ഒരുക്കി കൊടുത്തിരുന്നു. അവർക്ക് വേണ്ട വലിയ പുസ്തകങ്ങൾ അങ്ങനെയൊക്കെയുള്ള അദ്ദേഹം ഉള്ള സമയം ഒരു നല്ല ഞങ്ങൾക്ക് നല്ല ഒരു സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥൻ തന്നെയാണ്. അഴിമതിയില്ലാത്ത അഴിമതി പുരളാത്ത ഒരു വ്യക്തിത്വം. എപ്പോഴും പ്രസംഗമധ്യേ പറയാറുണ്ട് എൻ്റെ ഭാര്യയുടെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എപ്പോഴും ഭാര്യയൊക്കെ ഉയർത്തി അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ സത്യമാണോ അതൊക്കെ? ഒരു പിന്തുണ പിറകിലുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും കുഞ്ഞോളെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞോളെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയാറുള്ളത്. അത് എങ്ങനെയാണ് അതിലേക്ക്? അത് എങ്ങനെയെന്നുള്ളത് നിങ്ങളൊക്കെ വിലയിരുത്തണം. എന്നെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നിനും കണക്കാക്കിയിരുന്നില്ല. ഇങ്ങനെ ഒരു ലൈഫാണെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളൊരു പ്രാരാബ്ധമായിട്ട് തോന്നിപ്പിച്ചിട്ടില്ല. അതാണ് കാര്യം. അത് എങ്ങനെയെന്നുള്ളത് കുടുംബകാര്യങ്ങളൊക്കെ നന്നായിട്ട് അതെ, വീട്ടിലെ കാര്യങ്ങൾ ഒരിടക്കൊക്കെ വീട്ടിലേക്ക് പറയാറുണ്ട്. പല വിഷയങ്ങൾ വന്നപ്പോൾ വീടൊക്കെ ലോൺ എടുത്ത് ഞാൻ ലോൺ അടക്കുന്നത് എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗമധ്യങ്ങളൊക്കെ പൊതുജനമധ്യത്തിൽ തന്നെ പറയാറുണ്ട്, ഇൻ്റർവ്യൂകൾ പറയാറുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഈ വീട് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ സ്കൂൾ കുട്ടികളുടെ പഠനം, എൻ്റെ ജോലി, ഇതിനൊക്കെ വേണ്ടി സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ സ്ഥലം എടുത്തതാണ്. തറവാട് ഒരു കിലോമീറ്റർ അപ്പുറത്താണല്ലോ. അപ്പോൾ അവിടെ ഈ വെള്ളാഞ്ചേരിയിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് ജോലിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ കഴിയില്ല, കുട്ടികളുടെ സ്കൂളിൽ എത്താൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങി ഒരു ലോൺ എടുത്തിട്ട് വീട് വെച്ചതാണ്. അപ്പോൾ ഈ ലോൺ എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തമായി. അപ്പോൾ ഞങ്ങൾ അത് ഏറ്റവും വേഗം തന്നെ ആ ലോൺ സംഖ്യ തിരിച്ചടച്ച് ആധാരം ബാങ്കിലായിരിക്കുമല്ലോ, അത് നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചിന്ത. അതായത് ആർഭാടങ്ങളൊന്നുമില്ല, അത്യാവശ്യങ്ങൾ മാത്രം. അത്യാവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഞങ്ങൾ ജീവിച്ചു. രണ്ടാമത്തെ പ്രയോറിറ്റി ആ ലോൺ തിരിച്ചടക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ വീടായി. ഇത് ജപ്തി ചെയ്യുന്നുള്ളൊരു പേടിപ്പില്ല. അത് ഞങ്ങളൊരു മുനീർ സാഹിബിൻ്റെയൊക്കെ വീട് ജപ്തി ചെയ്ത വിഷയങ്ങളൊക്കെ നമ്മുടെ അടുത്ത കാലത്തായി മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഒരു പക്ഷേ എല്ലാവരും ഞെട്ടിപ്പോയ സംഭവമായിരുന്നു. രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ രീതിയിൽ പുരളാത്ത ആളുകളുടെ ഒരു ജീവിതമൊക്കെ ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് മുനീർ സാഹിബ്. നല്ല ഒരു ഡോക്ടറാണ്, കലാകാരനാണ്, വളരെ ഒരു നേതാവിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമം വന്നതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. അപ്പോൾ പിന്നെ അത് കുറച്ചൊരു സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഒരു പിഴവ് വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. എനിക്കറിയാമായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കണക്കാക്കിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പല ഇതിലും വരുമ്പോൾ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് ലോൺ അടക്കാൻ വെക്കുന്ന സംഖ്യ ഒരാൾ കരഞ്ഞുകൊണ്ട് വന്ന അയാൾക്ക് എടുത്തു കൊടുക്കുന്ന ഒരു രീതി അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണക്കാക്കിയില്ല. ഏറ്റവും വേഗം ഈ ലോൺ അടച്ചു തീർക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം ഈ ഒരു 5 തവണ MLA ആയി, 4 തവണ MLA ആയി, അതിലൊരു ടൈം മന്ത്രിയായപ്പോൾ സന്തോഷം തോന്നിയോ? മന്ത്രി ആവാൻ പോകുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. ഞങ്ങളിവിടുന്ന് ആഘോഷത്തിൽ പുറപ്പെട്ടു. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ആഘോഷത്തിൽ തന്നെ ഞങ്ങളൊക്കെ പുറപ്പെട്ടു. ഇപ്പം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചെന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടുന്നേ ഇല്ല. കാരണം വലിയ തിരക്ക് പിടിച്ചൊരു വകുപ്പാണ് അദ്ദേഹത്തിന് ആദ്യം തന്നെ കൊടുത്തത്. തദ്ദേശ സ്വയംഭരണം, പിന്നെ ഹജ്ജ്, വഖഫ് എന്നൊക്കെ എല്ലാം കൂടി അദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ വേറൊരു ലെവലിലേക്ക് അങ്ങ് മാറി. അദ്ദേഹം അങ്ങോട്ട് പോയി. ഞങ്ങൾ പിന്നെ ഇങ്ങനെ സെക്യൂരിറ്റിയും പോലീസും അകമ്പടിയൊക്കെ ആയിട്ട് പിന്നെ ഒരു തിരക്കിലായി. പിന്നെ വീട്ടിലേക്ക് വരുമ്പോഴും ഒന്ന് വളരെ വൈകി വരുന്നു, രാവിലെ പോകണം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ഗൺമാന്മാരും ഞങ്ങളുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിനും ഒന്നിനും ഒരു സ്ഥാനമില്ല. നമ്മളിങ്ങനെ നോക്കി കാണുകയാണ് പിന്നെ ഉണ്ടായത്. പലരും അത് എൻജോയ് ചെയ്യുന്നു, ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ടീച്ചർക്ക് എങ്ങനെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഒക്കെ നോക്കിക്കണ്ട് ആസ്വദിക്കുക? ആദ്യം നമുക്ക് പരിചയമുള്ള ഒരു രീതിയല്ലല്ലോ. നമ്മളെ കുടുംബത്തിലൊരു മന്ത്രി മുമ്പ് ഉണ്ടായിട്ടില്ല, പ്രദേശത്ത് പോലും നമ്മുടെ നാട്ടിലും ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് യഥാർത്ഥത്തിലൊരു മാണ് ആദ്യം ഉണ്ടായത്. പിന്നെ കുറച്ചും കഴിഞ്ഞപ്പോൾ അതിനോട് കണ്ട് പൊരുത്തപ്പെട്ടു. 5 വർഷമല്ലേ. പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വകുപ്പ് മാറ്റി കൊടുത്തല്ലോ. ഉന്നത വിദ്യാഭ്യാസം ആയപ്പോഴേക്ക് ചെറിയ ഒരു റിലാക്സേഷൻ കിട്ടി. അങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ മന്ത്രിയുടെ ഭാര്യ അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് പൊതുസമൂഹം അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ എങ്ങനെയാണ് ടീച്ചറെ കണ്ടിരുന്നത്? അത് നല്ല രസമാണ്. കാര്യം എന്താ വെച്ചാൽ 10 വർഷം മുമ്പത്തെ കാര്യമാണ്. 10 വർഷം മുമ്പേ ഇതേമാതിരി തെരഞ്ഞെടുപ്പ് പോരാട്ടം
കനത്ത തോതിൽ നടക്കുന്ന ഒരു സമയമാണ്. മെയ് 1 മുതലാണ് ഞാൻ പ്രിൻസിപ്പലായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത്. പിന്നീടാണ് ഇദ്ദേഹം ഇലക്ഷനിൽ ജയിക്കുന്നതും മന്ത്രിയാവുന്നതൊക്കെ. അപ്പോൾ ആദ്യം ഇദ്ദേഹം തോൽക്കും എന്ന് പ്രചരണം നടത്തിയിരുന്ന ആളുകൾ തന്നെ ഞാൻ പ്രിൻസിപ്പലായി, എന്നിട്ട് അദ്ദേഹം മന്ത്രിയായി. പിന്നീട് പ്രചരണം ഏത് രീതിയിലാക്കി? മന്ത്രി ജലീൽ അനധികൃതമായി ഇടപെട്ടു ഭാര്യയെ പ്രിൻസിപ്പലാക്കി എന്ന് ഈ തോൽക്കുമെന്ന് പറഞ്ഞിരുന്നവർ തന്നെ മന്ത്രി ആവുന്നതിന് മുമ്പ് പ്രിൻസിപ്പലായ ആളെ പറ്റി പറയാൻ തുടങ്ങി. അതുമാത്രമല്ല, പിന്നെ പോസ്റ്ററുകളായി. ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പോസ്റ്റർ ഒട്ടിക്കുക, പിന്നെ ചാനലുകളിലൂടെയൊക്കെ വൈകുന്നേരം ചാനൽ ചർച്ച ഇങ്ങനെയായി. അത് അന്ന് യഥാർത്ഥ യോഗ്യത ഇല്ലാത്ത ചിലരുടെയൊക്കെ ഒരു കുത്തിത്തിരിപ്പ് അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു പറയാം. തവനൂർ മണ്ഡലത്തിലെ ഏതോ ഒരു അഡ്വക്കേറ്റിനൊക്കെ കൂട്ടുപിടിച്ചിട്ട് നേരിട്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചാനലിലൊക്കെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ പിന്നീട് പല ഇലക്ഷനുകളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, എന്ത് ഇലക്ഷൻ നടക്കുമ്പോഴും അതിലൊക്കെ ഉണ്ടാവും പ്രിൻസിപ്പൽ നിയമനം. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയി. കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെ ഇല്ല, കുട്ടികളോ അധ്യാപകരോ. കാര്യം നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും അറിയാം ഇതിലൊരു ക്രമക്കേടും നടന്നിട്ടില്ല. മാനേജർ സ്ട്രോങ് ആയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കും അധ്യാപകർക്കും സീനിയർ സ്റ്റാഫിനൊക്കെ അറിയാം. സീനിയോറിറ്റി സർവീസ് ചട്ടം അതിൽ ലംഘിച്ചിട്ടില്ല, യഥാവിധിയാണ് നിയമനം നടന്നത്. അത് സ്കൂളിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പുറത്താണ് ഈ പ്രചരണം. നമുക്കറിയാം മന്ത്രി പദം അതിനിടയിലൊരു രാജിയൊക്കെ ഉണ്ടായി. സ്വർണ്ണക്കടത്ത്, ഈത്തപ്പഴത്തിൽ കുരുവിൽ സ്വർണ്ണം കടത്ത്, ഖുർആനിൽ സ്വർണ്ണക്കടത്ത്. ശരിക്കും സ്വർണം ടീച്ചർ പോലും ഉപയോഗിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് KT ജലീലിന് സ്വർണം അലർജിയാണ് എന്നുള്ള ഒരു സംസാരം തന്നെയാണ്. ആ ഒരു വിഷയങ്ങളൊക്കെ, ആ വിവാദങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്? സ്വർണത്തിനോട് ഞാൻ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് താല്പര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഈ സ്വർണത്തിൻ്റെ പേരിൽ പല വീടുകളിലും പീഡനം, പിന്നെ സ്വർണം നമ്മളെ സുരക്ഷിതത്വത്തിന് വലിയ പ്രശ്നമാണ്. അതെ, സ്ത്രീകൾക്ക് അല്ലാതെ തന്നെ 100 തരം ഭീഷണികൾ. അതിൻ്റെ ഇടയിൽ ഈ സ്വർണം മേലെയായിട്ട് അത് പൊട്ടിച്ചെടുത്ത് നമ്മളെ കൊല്ലാൻ, അങ്ങനത്തെ ഒരു പ്രശ്നം, സ്വർണത്തിൻ്റെ വില. അപ്പോൾ എനിക്ക് പണ്ടേ സ്വർണത്തോട് താല്പര്യമില്ല. പിന്നെ മക്കളെയും ഞങ്ങൾ സ്വർണ്ണം അടിപ്പിച്ചിട്ടില്ല, മക്കളെ കല്യാണത്തിന് സ്വർണം കൊടുത്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ടീച്ചറും ജലീലിനും ഒരു ഒരേ മൈൻഡ് ആയി. അതെ, അത് ഞങ്ങൾ ഒരു സിങ്ക്രണൈസേഷൻ, ഒരു ഒത്തൊരുമ, ചില ഫീൽഡ് കാര്യങ്ങളിൽ നമ്മളൊരു ഒത്തൊരുമ വരുമല്ലോ. വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശരിക്കും തമാശയാണ് തോന്നിയത്. എന്താ കറക്റ്റ് തമാശ. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല എന്നുള്ളത് ഏറ്റവും ആദ്യം എനിക്കല്ല. കാര്യം എന്താ, അത് മാത്രമല്ല, ഇവിടെ ആരെങ്കിലുമൊക്കെ ആളെ കാണാൻ വന്നിട്ട് സഹായം ചോദിച്ചു വരുമല്ലോ, മൂപ്പരെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുക്കളയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് 500 എടുക്ക്, അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി കൊടുക്കുകയാണ് ആളുടെ പതിവ്. ആ ആളെ പറ്റിയിട്ട് പിന്നെ ഈ ഈത്തപ്പഴത്തിലോ ഖുർആനിൽ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ആളെങ്ങനെ വേട്ടയാടുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. ഇത് ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണല്ലോ, നമുക്കാണ് ഏറ്റവും വലിയ ഉറപ്പുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നല്ല സപ്പോർട്ടിൽ ആളൊപ്പം നിന്നു. കുടുംബം നമുക്കറിയാം ഈ ഒരു വയനാട് ദുരന്തമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങൾ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത് 5 ലക്ഷം രൂപ കൊടുത്ത ഒരേ ഒരു MLA ആണ് ഡോക്ടർ KT ജലീൽ. അദ്ദേഹം ഒരുപക്ഷെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു രീതിയിൽ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു പ്രകൃതം ഇവിടെയും 5 ലക്ഷം കൈമാറും. ഒരുപക്ഷെ ടീച്ചറുടെ പോലും സമ്പാദ്യം അതിലുണ്ടാകുമെന്ന്. അതെ, ഞങ്ങൾ ഒരുമിച്ചാണ്. പത്രത്തിലൊക്കെ വന്നത് 3 ലക്ഷം എന്നാണ്. 3 ലക്ഷമല്ല, 5 ലക്ഷമാണ് കൊടുത്തത്. ഞങ്ങൾ ഒരുമിച്ച്. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം, വയനാട് ദുരന്തം അദ്ദേഹത്തിനോട് പൂർണ്ണമായിട്ടൊപ്പം നിന്നു. അതിൻ്റെ മുമ്പ് 2018 പ്രളയത്തിന് ഞങ്ങൾ രണ്ടാളും 1 ലക്ഷം കൊടുത്തു. 2019 ഞാൻ കൊടുത്തു. പിന്നെ കോവിഡ് വന്നപ്പോൾ 1 ലക്ഷം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കഴിയാവുന്ന രീതിയിൽ ഈ ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അതിനൊക്കെ ഞങ്ങൾ നല്ല യോജിപ്പാണ്. ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഞങ്ങൾ വിയോജിക്കും.
ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നല്ല ഒരു പ്ലാൻ സാമ്പത്തിക ആസൂത്രണം വേണം എന്നൊക്കെ ഞാൻ ഒരു കൺഷ്യമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രാരാബ്ധമില്ലാതെ നിൽക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, അപ്പോൾ നേരത്തെ ചോദിച്ചതാണ് എങ്കിൽ പോലും രാഷ്ട്രീയക്കാരനാണ് MLA KT ജലീൽ. ടീച്ചർ റിട്ടയർഡായി. സ്വാഭാവികമായും പ്രേക്ഷകരും അല്ലെങ്കിൽ പൊതുസമൂഹം ചോദിക്കും, വീണ്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങും, ഒരു MLAയുടെ ഭാര്യയാണ്, ഒരുപാട് സാധ്യതകളുള്ള ഒരു ഏരിയയാണ്, അത് വീണ്ടും ചോദിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല? സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഒരു സന്നദ്ധ സേവനം അങ്ങനെയൊക്കെയുള്ള പൊതുപ്രവർത്തനം, പക്ഷെ അതൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ജോലിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, വീണ്ടും തവനൂരിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് KT ജലീലുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോഴും പ്രചരണത്തിലാണ് അദ്ദേഹം. എങ്ങനെ കാണുന്നു ഈ ഒരു തവനൂരിലെ ഇത്തവണത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ജയസാധ്യത എങ്ങനെ കാണുന്നു? അദ്ദേഹം ജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. കാര്യം തവനൂരിലെ വോട്ടർമാർ അദ്ദേഹത്തെ 15 കൊല്ലമായിട്ട്, ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് എങ്ങനെയാണോ അദ്ദേഹം, അതേപോലെ തന്നെയാണ് അവിടുത്തെ വോട്ടർമാർക്കും. അവരെ അടുത്ത് പരിചയപ്പെടുന്നു, കാണുന്നു, വീടുകളിൽ പോകുന്നു. ഇനി അല്ലാത്ത സമയം നമ്മുടെ വീടുകളിലേക്ക് അവർ പല ആളുകളും ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവർക്ക് അദ്ദേഹം ഒരു അന്യനല്ല, കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ. ഞങ്ങളെങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ജയം ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് തവനൂർ മണ്ഡലത്തിലെ ഓരോ ആളും KT ജലീൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. വീണ്ടും ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭരണം വരികയാണെങ്കിൽ, അദ്ദേഹം ജയിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം വരുമ്പോൾ സ്വാഭാവികമായി ഒരു മന്ത്രിപദം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പൊതുസമൂഹം അങ്ങനെ പറയുന്നു. ടീച്ചർ എന്താണ് അങ്ങനെ ഒരു? അത് ഒന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ് അത് പാർട്ടി തീരുമാനിച്ച് അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ, അത്രയേ ഉള്ളൂ. എന്താണ് തവനൂരുകാരോട് ടീച്ചർക്ക് പറയാനുള്ളത്? KT ജലീലിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് തവനൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്? തവനൂരിലെ വോട്ടർമാർക്ക് KT ജലീൽ MLAയെ ഞങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അറിയാം. അദ്ദേഹം 100% സത്യസന്ധനാണ്. ഈത്തപ്പഴത്തിൻ്റെ കുരുവായിട്ടോ ഖുർആനിലായിട്ടോ സ്വർണവും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലൊരു തരി സ്വർണ്ണമില്ല. അദ്ദേഹം മുഴുവനായിട്ടും ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ 15 കൊല്ലം ജീവിച്ചത്. തുടർന്നും അങ്ങനെ തന്നെയാവും. പിന്നെ ആ കാര്യത്തിൽ കുടുംബം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. എല്ലാ സപ്പോർട്ടുമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇത്തവണയും അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിനീതമായ അഭ്യർത്ഥന. വ്യക്തമാണ്. ഡോക്ടർ KT ജലീലിൻ്റെ ഭാര്യ MP ഫാത്തിമക്കുട്ടി ടീച്ചർ ഏറെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ഏറെ വൈകിയാണ് ഞങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്. ഏതായാലും ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തവനൂരിലെ വോട്ടർമാരോട് ടീച്ചർക്ക് പങ്കുവെക്കാനുള്ളത് പറഞ്ഞു. ടീച്ചറുടെ ഈ ഒരു 33 വർഷത്തെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ ജീവിതാനുഭവങ്ങൾ, ഏറെ കാര്യങ്ങളുണ്ടാകും. കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഏതായാലും വരും കാലങ്ങളിലും ടീച്ചറുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും സമയം ഞങ്ങളുമായി സഹകരിച്ച MP ഫാത്തിമക്കുട്ടി ടീച്ചർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയൂർ.